നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് നമുക്ക് അതിന് കൈക്കുഴിയുടെ താഴെയായിട്ട് ഒരു കർവ് ഷേപ്പ് വേണം. അപ്പം നമുക്ക് ഇതിനകത്ത് കർവ് ഷേപ്പ് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് നീക്കി ഇട്ടിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കർവ് ഷേപ്പ് കുറച്ച് ഉള്ളിലേക്കാക്കി കർവ് ഷേപ്പ് വരച്ചെടുക്കാം. ഇതിൻ്റെ വേസ്റ്റ് അളവ് 24 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ 6 ഇഞ്ച് അളവ് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ കാലും അര ഇഞ്ച് നമുക്കവിടെ തയ്യൽത്തുമ്പ് പോകും. അപ്പോൾ അതൊക്കെ കണ്ട് വേണം നമ്മൾ ഇതിൻ്റെ അളവ് എടുക്കാനായിട്ട്. ചിലപ്പോൾ നമുക്കത് ഷേപ്പ് ശരിയല്ലെങ്കിൽ നമുക്കത് 1 ഇഞ്ച് അര ഇഞ്ചോ 1 ഇഞ്ചൊക്കെ നമുക്ക് അവിടെ ഒന്ന് ചെരിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. ഇട്ട് വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് അളവ് കൂടുതലെടുക്കണം. നമ്മൾ തച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് വെട്ടിക്കളയാലോ. 30 ഇഞ്ച് ചെസ്റ്റ് അളവും 24 ഇഞ്ച് വേസ്റ്റ് അളവും ഉള്ള ഒരു ബ്ലൗസാണ് തയ്ക്കുന്നത്. ഇതിൻ്റെ ഇറക്കം വരുന്നത് 14 ഇഞ്ചാണ്. ഞാനിതിന് 1/4 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇടുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് താഴെ മുകളിലും 1/4 ഇഞ്ച് വീതം കൂട്ടുമ്പോൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടും. അപ്പോൾ 14.5 ഇഞ്ച് അളവാണ് ബാക്കിലേക്കായിട്ട് എടുക്കുന്നത്. അര ഇഞ്ച് തയ്യൽത്തുമ്പ് എടുക്കണവർ 15 ഇഞ്ച് എടുക്കണം. എൻ്റെ ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ പകുതി 7 ഇഞ്ച് എടുത്തിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 7.5 ഇഞ്ച് എടുക്കണം. കൈക്കുഴിയുടെ ഇറക്കം എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഇനി അവിടെ ഒരു ബോക്സ് വരച്ചെടുക്കാം. ഈ ബ്ലൗസ് വെട്ടണ സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ 4/1 എടുക്കുമ്പോൾ ഇതിൻ്റെ 4/1 7.5 ഇഞ്ചാണ്. നമുക്ക് ഷോൾഡർ അളവ് വരുന്നതും 7.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് കൈക്കുഴി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി വേണം വെട്ടിയെടുക്കാനായിട്ട്. നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് നമുക്ക് അതിന് കൈക്കുഴിയുടെ താഴെയായിട്ട് ഒരു കർവ് ഷേപ്പ് വേണം. അപ്പം നമുക്ക് ഇതിനകത്ത് കർവ് ഷേപ്പ് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് നീക്കി ഇട്ടിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കർവ് ഷേപ്പ് കുറച്ച് ഉള്ളിലേക്കാക്കി കർവ് ഷേപ്പ് വരച്ചെടുക്കാം. 30 ഇഞ്ചിൻ്റെ 4/1 7.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പിനായിട്ട് മാറ്റി മാർക്ക് ചെയ്യാം. വേസ്റ്റ് അളവ് വരുന്നത് 24 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണല്ലോ. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്യാം. അതിനുശേഷം അത് കൈക്കുഴിയിലേക്ക് മാർക്ക് ചെയ്തതിലേക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. കോളർ വെച്ച് തയ്ക്കണതായതുകൊണ്ട് അതിൻ്റെ ഷോൾഡർ കുറച്ച് ചെരിച്ച് വെട്ടിയെടുക്കണം. അതിന് ചെരിച്ച് വെട്ടിയെടുത്തില്ലെങ്കിൽ നമുക്കതിൻ്റെ കൈക്കുഴിയുടെ അവിടെ കുറച്ച് പൊങ്ങിയൊക്കെ ഇരിക്കും, ശരീരത്തോട് ചേർന്നിരിക്കില്ല. ഇതിൻ്റെ നെക്ക് വരുന്നത് കോളർ നെക്കാണ്. അപ്പോൾ ഇത് വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ട് ഇതിന് 2.5 ഇഞ്ച് കഴുത്തകലെടുക്കണം. ഷോൾഡറിൻ്റെ ചെരുവിനായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് കുറച്ച് കുടുങ്ങിയിരിക്കണ നെക്കായതുകൊണ്ടാണ്. പിന്നെ അത്ര കുടുങ്ങിയിരിക്കരുതെങ്കിൽ ഇത് 3 ഇഞ്ച് കഴുത്തകലെടുക്കണം. ഈ മാർക്ക് ചെയ്തിൽ കൂടെ വെട്ടിയെടുക്കാം. ബ്ലൗസ് തയ്ക്കുമ്പോഴും ചുരിദാർ തയ്ക്കുമ്പോഴും 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നതായിരിക്കും കൂടുതൽ ഭംഗി കിട്ടുക. പിന്നെ നമ്മൾ കുറച്ച് വണ്ണം വയ്ക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളത് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് 2 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പിട്ട് തയ്ക്കും. ഇത് പ്രിൻസസ് കട്ടായിട്ടാണ് ഫ്രണ്ട് ഭാഗം വെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ബാക്ക് ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ തുണി ആവശ്യമായിട്ട് വരും. ഇനി ഇതിൻ്റെ പ്രിൻസസ് കട്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അതൊന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാകും. ബാക്ക് ഭാഗം ആ പീസിൽ വെച്ചിട്ട് അതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം. പക്ഷേ ഫ്രണ്ട് ഭാഗം വെട്ടണതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മൾക്ക് കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്തിൽ നിന്നാണ് നമ്മൾ പ്രിൻസസ് കട്ടിന് വേണ്ടി കുഴിച്ച് വെട്ടാൻ പോകുന്നത്. കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു ടക്ക് വരുന്നുണ്ടല്ലോ, അത് നമുക്കിതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ഇനി അതിൻ്റെ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ടക്ക് പോയിൻ്റ് 9.5 ഇഞ്ചാണ്. സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബോഡി പാർട്ടിൻ്റെ കട്ടിങ് വരെയുള്ള ഇറക്കം, ഇതിനകത്ത് കട്ടിങ് ഇല്ല, കട്ടിങ് വരെയുള്ള ഇറക്കം ഒരു 12 ഇഞ്ചാണ്. 4 ഇഞ്ച് സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് ഫ്രണ്ടിലെ സെൻറ്റർ ഭാഗത്തേക്ക് ഇട്ട് 1 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്താം. ഫ്രണ്ടിലെ ടക്ക് പോയിൻറ്റിലേക്ക് കൈക്കുഴിയിൽ നിന്ന് ഒരു ലൈൻ വളച്ച് വരയ്ക്കണം. കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു ടക്ക് വരുന്നുണ്ടല്ലോ, അത് നമുക്കിതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അതിനായിട്ട് 2 സൈഡിലും 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് വരച്ചെടുക്കണം.
ഇത് വരയ്ക്കുമ്പോൾ കുറച്ച് കർവ് ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ ടക്കിൽ നിന്ന് സൈഡിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഒരു ലൈൻ കൊടുക്കാം. ഇതിൻ്റെ മറ്റേ സൈഡിലേക്കും ലൈൻ കൊടുക്കാനുണ്ട്. അത് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല വരയ്ക്കേണ്ടത്, പക്ഷേ നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് അവിടെ ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു വളവ് പോലത്തെ ഒരു ഷേപ്പ് കൊടുക്കണം. ശരിക്കും കൂർത്തിരിക്കരുത്, ഒന്ന് ചെറിയ കർവ് പോലെ അടിച്ചെടുക്കാൻ പാകത്തിന്. ഇനി അതിൻ്റെ പടി വരുന്ന ഭാഗം അതാണ് നമുക്കൊരു നേരെ ലൈൻ കൊടുത്താൽ മതി. അപ്പോൾ 2 പീസിലും നേരെയായിട്ട് അവിടെ നിന്ന് ഒരു ലൈൻ കൊടുക്കണം. ഇതിൻ്റെ വേസ്റ്റ് അളവ് 24 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ 6 ഇഞ്ച് അളവ് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ കാലും 1/4 ഇഞ്ച് നമുക്കവിടെ തയ്യൽത്തുമ്പ് പോകും. അപ്പോൾ അതൊക്കെ കണ്ടു വേണം നമ്മൾ ഇതിൻ്റെ അളവ് എടുക്കാനായിട്ട്. ചിലപ്പോൾ നമുക്കത് ഷേപ്പ് ശരിയല്ലെങ്കിൽ നമുക്കത് 1 ഇഞ്ച്, 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ നമുക്ക് അവിടെ ഒന്ന് ചെരിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. ഇട്ട് വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അറിയുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു കുറച്ച് അളവ് കൂടുതലെടുക്കണം. നമ്മൾ തച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് വെട്ടിക്കളയാമല്ലോ. ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. കഴുത്തകൽ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ 2.5 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ചിലേക്ക് ഒരു ലൈൻ കൊടുക്കാം. സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതാണ് നല്ലത്. വരച്ചതിന് ശേഷം ഇതെല്ലാം വെട്ടിയെടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗം വെട്ടിയെടുക്കുമ്പോൾ ഇവിടെ കർവ് ഷേപ്പിൽ വെച്ചത് കർവ് ഷേപ്പിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് വെട്ടുന്ന സമയത്ത് നമ്മൾ ആ മാർക്ക് ചെയ്തത് കറക്റ്റാക്കി നോക്കിയിട്ട് വേണം കേട്ടോ വെട്ടിയെടുക്കാനായിട്ട്. ഇത് കാണുമ്പോൾ കുറച്ച് ടഫാണെന്ന് തോന്നുമെങ്കിലും നെക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ തോന്നും. കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് കറക്റ്റായിട്ട് അളവ് നോക്കി ചെയ്യുകയാണെങ്കിൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യണതാണ് എളുപ്പം. ഇനി ഇതിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കുക. അതിനായിട്ട് തുണി 4 ആയിട്ട് മടക്കിയെടുക്കുക. ഇതിൻ്റെ ഇറക്കം വരുന്നത് 11 ഇഞ്ചാണ്. അതിന് മടക്കിയടിക്കാനായിട്ട് തയ്യൽത്തുമ്പിനായിട്ട് 1 ഇഞ്ച് കൂടുതലെടുക്കുക. കൂടുതൽ മടക്കി വയ്ക്കും, തയ്യൽത്തുമ്പ് കൂടുതലിടണമെങ്കിലും 1.5 ഇഞ്ചൊക്കെ എടുക്കുക. ഞാനിത് കറക്റ്റ് 1 ഇഞ്ചാണ് എടുക്കണുള്ളൂ. അതിൻ്റെ കൈക്കുഴി വെട്ടണതിനായിട്ട് നമുക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ 3.5 ഇഞ്ചിലേക്ക് ഇവിടുന്ന് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. അധികം കുഴിച്ച് വരയ്ക്കണ്ട. കൈയുടെ അടിയിൽ വരുന്ന വണ്ണം 9 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. തയ്യൽത്തുമ്പിനായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് കൈക്കുഴിയിലേക്ക് ഒരു ലൈൻ കൊടുക്കാം. വരച്ചതിന് ശേഷം ഇതെല്ലാം വെട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ കോളർ പീസൊക്കെ വെട്ടിയെടുക്കാനുണ്ട്. അത് നമ്മൾ തയ്ക്കണ സമയത്ത് അതിൻ്റെ അളവനുസരിച്ച് വേണം കോളർ പീസ് വെട്ടാനായിട്ട്. അപ്പോൾ അത് തയ്ക്കണ സമയത്ത് അതിൻ്റെ കോളർ വെട്ടിയെടുക്കാം.